pray for generation. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. മനോഹരമായ നല്ല സമയത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിലേക്ക് അടുത്ത് വരാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കാണ് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചെയ്തു വന്നതുപോലെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസക്കാലം പൂർത്തീകരിപ്പാൻ സർവ്വശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് 10ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയാണ്. നിരവധി പ്രത്യേകതകളുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. മധ്യ കേരളത്തിലെ ഒരു പ്രധാന നഗരമാണ് കോട്ടയം. നാം അറിയുന്നത് പോലെ ഇന്ത്യയിലെ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരമാണ് കോട്ടയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പ്രത്യേകതകളുണ്ട്. അതുമാത്രമല്ല, പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് അവരുടെ പാരമ്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ നഗരം അക്ഷരനഗരി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പ്രത്യേകതകളുള്ള ജില്ലയാണ് കോട്ടയം. അതുകൊണ്ട് ഇന്ന് നാം പ്രത്യേകിച്ച് സമയം വേർതിരിച്ച് കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഒരുമിച്ചായിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടായിരിക്കുക. ഇന്നത്തെ ദിവസം ദൈവം നാം ഏറ്റവും അനുഗ്രഹിക്കേണ്ടത്, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കുവാൻ, അതിന് മറുപടി അയക്കുവാൻ ദൈവം സഹായിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. ഇന്ന് നാം കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി, അവിടെ പാർക്കുന്നവർക്ക് വേണ്ടി, അവിടെയുള്ള സ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ഭരണാധികാരികൾക്ക് വേണ്ടി, തുടർന്നുള്ള വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ, അതിന് മറുപടി അയക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജില്ലകൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ നമുക്കേറെ പ്രയോജനകരമായിരുന്നു. അനേക യുവജനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നാം ഈ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥനയോടായിരിക്കാം. ഒരു നിമിഷം നമുക്ക് ദിവസത്തിൽ കണ്ണുകളടയ്ക്കാം. ഇന്നത്തെ ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് XLVBS നേതൃത്വത്തിൽ നാഷണൽ പ്രെയർ മൂവ്മെൻറ്റ്, ക്രൈസ്തവ എഴുത്തുപുര എന്നീ ടീമിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ അനേകർക്ക് പ്രയോജനം തീരുവാൻ, ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ അനേക രീതിയിൽ പങ്കുകൊള്ളുമ്പോൾ അനേക യുവതലമുറക്ക്, കുഞ്ഞുങ്ങൾക്ക് അത് പ്രയോജനമായി തീരുവാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥനയോടായിരിക്കാം. ഒരു നിമിഷം നമുക്ക് ദിവസത്തിൽ കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി തിരുസനിലേക്ക് എടുത്തു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച് അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയോടായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഇന്ന് കർത്താവ് ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. കോട്ടയം ജില്ലയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ജില്ലയെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ ജനവാസികളും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് സമയം വേർതിരിച്ച് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യും. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന സമയം അത്രയും കർത്താവ് ദൈവകൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സന്നിധിപാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനെല്ലാം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വചനങ്ങളെ കേൾപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. നല്ല സന്ദേശങ്ങൾ കേൾപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ വീക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ആരാധന ലീഡ് ചെയ്യാൻ വേണ്ടി ബ്രദർ ബ്ലസൻ തോമസ്, സിസ്റ്റർ കെസിയ എന്നിവരെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. തലമുറകൾക്കായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി ഓരോ ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് ഈ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. മുൻപ് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഓരോ ജില്ലയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചത് അതൊരു പക്ഷെങ്കിൽ പ്രത്യക്ഷത്തിൽ അതിൻ്റെ റിസൾട്ട് ഉടനെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നാൽ നിശ്ചയമായും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മുകളിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന തലമുറകൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആര് മറന്നാലും മറക്കാത്തൊരു സ്നേഹം, ആര് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു സ്നേഹം, എല്ലാവരും കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന സമയത്തും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം. പാട്ടുകാരൻ പറയുകയാണ്, കൊടും കാറ്റും അലയും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ വന്ന് കയറി നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ ജയാളിയായി നിൽക്കുന്ന ഒരു യേശുപ്പ. ധൈര്യത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം. ഈ 2023 അവസാന ചില ദിവസങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞൊരു വർഷം നമ്മൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാഞ്ഞിട്ടല്ല, പ്രതിസന്ധികൾ വരാഞ്ഞിട്ടല്ല,
രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ ഒന്നും വരാഞ്ഞിട്ടല്ല. എന്നാൽ അതെല്ലാം വന്നപ്പോഴും നമ്മെ ജയത്തോടെ മുൻപോട്ട് നടത്തിയ ഒരു ചലന ശക്തി ഉണ്ടെങ്കിൽ അതെൻ്റെ യേശുവിൻ്റെ ശക്തിയാ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മൾ ആയിരിക്കുന്നത് ഭവനത്തിലായിരിക്കാം, മറ്റേതെങ്കിലും മേഖലകളായിരിക്കാം. എന്നാൽ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു നിമിഷം നമ്മുടെ ദൈവത്തെ, നമ്മളെ മുൻപോട്ട് ജയാളിയായി നടത്തുന്ന ശക്തനായ ദൈവത്തെ കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാനായി പോവുകയാണ്. കൊടുങ്കാറ്റടിച്ച് അല ഉയരും, വൻ സാഗരത്തിൻ അലകളിന്മേൽ വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തൻ്റെ വചനങ്ങളാൽ. ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ തട്ടി നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കാറ്റടിച്ചു അല ഉയരും, വൻ സാഗരത്തിൻ അലകളിന്മേൽ. കൊടും കാറ്റടിച്ചു അല ഉയരും, വൻ സാഗരത്തിൻ അലകളിന്മേൽ. വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തൻ്റെ വചനങ്ങളാൽ. വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്റെ വചനങ്ങളാൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ ഞാൻ വന്ന. പോകൂ നിങ്ങൾ മറുകരയിൽ എന്നു മോദമായി അരുളിയവൻ. പോകു നിങ്ങൾ മറുകരയിൽ എന്നു മോദമായി അരുളിയവൻ. മറന്നിടുമോ തൻ ശിഷ്യഗണത്തെ, സ്വന്ത ജനനിയും മറന്നിടും. മറന്നിടുമോ തൻ ശിഷ്യഗണത്തെ, സ്വന്ത ജനനിയും ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാളുകൾ. വെറും വാക്കുകൊണ്ട് സകലത്തെയും നറുശോഭയേകി മെനഞ്ഞവൻ താൻ. വെറും വാക്കുകൊണ്ട് സകലത്തെയും നറുശോഭയേകി മെനഞ്ഞവൻ താൻ. ചുടുചോര ചൊരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു. ചുടുചോര ചൊരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ ഞാൻ വന്ന. വരും വേഗം അരുളിയവൻ, വരും വേഗം അതിലടുത്തൊരു നാൾ. വരും വേഗമെന്ന് അരുളിയവൻ, വരും വേഗം അതിലടുത്തൊരു നാൾ. തരും ശോഭയേറും കിരീടങ്ങളെ, തിരുസേവന തികച്ചവർക്കായി. തരും ശോഭയേറും കിരീടങ്ങളെ, തിരുസേവന തികച്ചവർക്കായി. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ. പോകു നിങ്ങൾ മറുകരയിൽ എന്നു മോദമായി അരുളിയവേ. ആമേൻ. പോകു നിങ്ങൾ മറുകരയിൽ എന്നു മോദമായി അരുളിയവേ. മറന്നിടുമോ തൻ
ശിക്ഷാഗണത്തെ സ്വന്ത ജനനിയും മറന്നിടുമോ തൻ ശിക്ഷാഗണത്തെ സ്വന്ത ജനനിയും ഇമ്പം ഇനി എന്നും ഇമ്പമേ ജീവിതത്തിൽ ഇമ്പം ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ വെറും വാക്കുകൊണ്ടു സകലത്തെയും ശോഭയേകി മെനഞ്ഞവൻ താൻ വെറും വാക്കുകൊണ്ടു സകലത്തെയും ശോഭയേകി മെനഞ്ഞവൻ താൻ ചൂടുചോരൊരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ ചൂടുചോരൊരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി ഇമ്പം ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ ഞാൻ വന്ന നാളുകൾ ഇമ്പം ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ വരും വേഗമെന്ന് അരുളിയവൻ വരും മേഘമതിലടുത്തൊരു നാൾ വരും വേഗമെന്ന് അരുളിയവൻ വരും മേഘമതിലടുത്തൊരു നാൾ തരും ശോഭയേറും കിരീടങ്ങളെ തിരുസേവ നന്നായി തികച്ചവർക്കായി തരും ശോഭയേറും കിരീടങ്ങളെ ഇമ്പം ഇനി എന്നും ഇമ്പമേ ജീവിതത്തിൽ ഇമ്പം ഇനി എന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ ഇമ്പം ഇനി എന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ ഞാൻ ഇമ്പം ഇനി എന്നും ഇമ്പമേ ജീവിതത്തിൽ നൗകയിൽ ഞാൻ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് യേശു ജീവിക്കുന്നതിനാൽ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശു അത്രേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആമേൻ മന്നീല നിത്യവാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ ആമേൻ മന്നീല നിത്യവാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ ഇനി പിന്നീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ 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 നമ്മുടെ യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു മുഴു ആരാധനയും മുഴു ശക്തിയും എൻ്റെ യേശുവിന് മാത്രം കൊടുക്കണം ആരാധനയെങ്കിൽ
ദൈവത്തിൻ്റെ വലിയ തേജസ് വെളിപ്പെടും, ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടും. ഇന്ന് പകലിൽ ആമേൻ, ഇന്ന് ഈ സന്ധ്യാസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഒരു നിമിഷം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മുടെ കണ്ണുകളെല്ലാം ഒന്നടച്ച് നമ്മളെ തന്നെ മുറ്റുമായി ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. हम गाए हो सना, तू राजाओं का हे राजा, तेरी महिमा होवे सदा, तू है प्रभु हमारा खुदा। हम गाए हो सना, तू राजाओं का हे राजा, तेरी महिमा होवे सदा, तू है प्रभु हमारा खुदा। यीशु मसीह, यीशु मसीह, तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। यीशु मसीह, ओ यीशु मसीह, तेरे जैसा है कोई नहीं, तेरे चरणों पे झुके आसमान और महिमा गाए ज़मीन। हम गाए हो सना, तू राजाओं का हे राजा, तेरी महिमा होवे सदा, तू है प्रभु हमारा खुदा। हम गाए हो हालेलुया, तू राजाओं का हे राजा, तेरी महिमा होवे सदा, तू है प्रभु हमारा खुदा। तेरी महिमा होवे सदा, तू है प्रभु हमारा खुदा, तू है प्रभु हमारा खुदा। ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വന്ന ഘട്ടങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഞങ്ങളെ സഹായിച്ച, ഞങ്ങളെ ബലപ്പെടുത്തിയ, ഞങ്ങളുടെ കരത്തിന് പിടിച്ച ആ നല്ല നാഥന് ഞങ്ങൾ മുഴുവൻ മഹത്വം അർപ്പിക്കുന്ന കർത്താവേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. മുഴുവൻ മഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു, യേശുവിൻ ധന്യ തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ രീതിയിൽ ആരാധന ലീഡ് ദൈവദാസനോടും സഹോദരനും നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. മനുഷ്യവിധം പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും നിറഞ്ഞതാണ്. എന്നാൽ യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും തകർന്നു പോകാൻ അവിടെ നിലവരുത്തുകയില്ല. നാം കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തെ ഒരു പടകയാത്രയോട് ഉപമിച്ചാൽ
അനേക കോളുകളും കാറ്റുകളും പ്രതിസന്ധികളെല്ലാം കടന്നു വന്നേക്കാം. എന്നാൽ അമരക്കാരൻ യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പടക് തകർന്നു പോകാൻ നമ്മുടെ നാഥൻ ഒരു നാളും അനുവദിക്കുകയില്ല. അതേ യേശുവിനോട് നമുക്ക് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ ഭൗതികമായ രീതിയിൽ നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഭക്ഷണം കഴിക്കാറുണ്ട്. എന്നതുപോലെ തന്നെ വളർച്ചയ്ക്ക് ആവശ്യമായി നാം ഭക്ഷണം കഴിക്കുന്നു എന്നതുപോലെ നമ്മുടെ ആത്മീക മനുഷ്യൻ ബലം പ്രാപിക്കുവാൻ, ഉത്തേജിക്കപ്പെടുവാൻ, വീണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി നൽകുന്നത് ദൈവവചനമാണ്. തുടർന്നുള്ള സമയം നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ഇന്നത്തെ വചനം ദൈവം എന്നോട് സംസാരിക്കണമേ, എന്നോട് വ്യക്തമായി ഇടപെടണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വചനമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീർന്നു. ഇന്ന് നാം ദിവസത്തിൽ പ്രാർത്ഥനയോടായിരിക്കുമെങ്കിൽ ആ വചനം നമ്മോടും ഇടപെടാൻ ഇടയെത്തീരും. ഇന്ന് നമുക്ക് വചന സന്ദേശം നൽകുന്നത് കർത്താവിദാസൻ പാസ്റ്റർ ജെയ്സൺ കെ സാമാണ്. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. പ്രിയ ദേവദാസനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ ധന്യനാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മിനിസ്ട്രീസിൻ്റെയും നാഷണൽ പ്രയർ മൂവ്മെൻറ്റിൻ്റെയും ക്രൈസ്തവ എഴുത്തുപുരയുടെയും സംയുക്ത നേതൃത്വത്തിൽ നടക്കപ്പെടുന്ന ഈ പ്രാർത്ഥനാ കുടിവരവിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ ശ്രേഷ്ഠമായ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക നിറവിലുള്ള ഗാനങ്ങൾ ശ്രവിപ്പാനും അവരോടൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് തന്ന ശ്രേഷ്ഠമായ അവസരത്തെ ഓർത്ത് പ്രാരംഭമായി കർത്താവിന് നന്ദി പറയുന്നു. ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ എക്സൽ മിനിസ്ട്രീസിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ബിനു സാറ്, പ്രിയ അനിൽ സാർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം ദൈവകൃപയിൽ ആശ്രയിച്ച് ധ്യാനിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ഇന്നത്തെ വിശേഷമായ ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും അതിനോട് ചേർന്ന് 6ഉം 7ഉം വാക്യങ്ങൾ ഇന്ന് പകലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇവിടെ വായിക്കുന്നു. ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടി അവരോട് യോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വയ്ക്കുവാൻ കൽപ്പിക്കുവീൻ. അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ കൂടെ ഇതിനോട് ചേർന്ന് വായിക്കുന്നു. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിൻ്റെ മുമ്പിൽ 2ആയി പിരിഞ്ഞു നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മോശയുടെ മരണശേഷം ജനത്തെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ട യോശുവയ്ക്ക് ദൈവം കൈമാറുന്നതായ നിരവധി നിർദ്ദേശങ്ങൾക്കകത്ത്, പ്രത്യേകിച്ച് യോശുവയുടെ പുസ്തകം അതിൻ്റെ പ്രാരംഭ അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഉത്കൃഷ്ടവും ഉദാത്തവുമായ നിർദ്ദേശങ്ങളും ആലോചനകളും ദൈവം യോശുവയ്ക്ക് കൈമാറുന്നുണ്ട്. വിശേഷാൽ തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായി ഇത് ക്രമീകരിച്ചിരിക്കുമ്പോൾ അനേക തലമുറകൾക്ക് ഈ സന്ദേശം ഒരു വിടുതലായി തീരുവാൻ തക്കവണ്ണം
തികഞ്ഞ ആത്മാർത്ഥതയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. വളരെ ദീർഘവീക്ഷണത്തോടും അർപ്പണബോധത്തോടും കൂടെ ചെയ്യുന്നതായ ഈ മിനിസ്ട്രിയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ദൈവം കൈമാറുന്ന ദൈവിക ആലോചനകൾക്കകത്ത് യോശുവയോട് പറയുന്ന ഒരു അതിപ്രധാനമായൊരു കാര്യമാണ്. യോർദാൻ്റെ നടുവിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഓരോ ഗോത്രത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം കല്ലുകൾ പറക്കി അവർ പാർക്കുന്ന ഇടത്ത് കൊണ്ടുചെന്ന് അത് നാട്ടണം. എന്തിനെന്ന് ചോദിച്ചാൽ വരുന്ന തലമുറ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ദൈവം ചെയ്ത പ്രവർത്തികളാണ് അതിൻ്റെ അടയാളമാണെന്ന് അവരോട് വ്യക്തമാക്കേണ്ടതിന് അതൊരടയാളമായി ഒരു ജ്ഞാപകമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞു. വിശേഷാൽ പെട്ടകം ചുമക്കുവാൻ ദൈവം നിയോഗിച്ച ഒരു ഗോത്രമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻനിരയിലേക്ക് വരുവാൻ ദൈവം ശക്തീകരിച്ച് അഭിഷേകം ചെയ്ത ഒരു ഗോത്രമാണ് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്ന ലേവി ഗോത്രം. ഈ ലേവി ഗോത്രത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് യാക്കോബിൻ്റെ മക്കളിൽ യാക്കോബിൻ്റെ മരണത്തിന് മുമ്പായി തലമുറകളെ അരികിൽ വിളിച്ച് അവർക്ക് അനുഗ്രഹങ്ങൾ കൈമാറുമ്പോൾ ലേവിയോടുള്ള ബന്ധത്തിൽ കൈമാറുന്നതായ വാക്കുകൾ 49-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ അവിടെ കാണപ്പെടാൻ കഴിയുന്നത് ശിമയോടും ലേവിയോടുള്ള ബന്ധത്തിൽ കൈമാറുന്നതായ ഒരു വാക്കിങ്ങനെയാണ്. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവർ യോഗത്തിൽ ചേരരുത്. യാക്കോബ് പ്രത്യേക ലേവിയോടും ശിമയോനോടുള്ള ബന്ധത്തിൽ കൈമാറുന്നതായ ഒരു വാക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓരോ തലമുറകൾക്കും അനുഗ്രഹങ്ങൾ കൈമാറുമ്പോൾ ശിമയോടും ലേവിയോടുള്ള ബന്ധത്തിൽ പറയുന്നത് മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പ് എന്നവണ്ണം ഇവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. എന്ന് പറഞ്ഞാൽ മറ്റ് സഹോദരന്മാരുടെ നടുവിൽ, യാക്കോബിൻ്റെ മറ്റു തലമുറകളുടെ മുമ്പിൽ വളരെ നിഷേധിക്കപ്പെട്ടവരായി, വളരെ തരം താഴ്ത്തപ്പെട്ടവരായി കാണപ്പെടുന്ന ഒരു രീതിയിലാണ് ശിമയോനെയും ലേവിയെയും അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ലേവിയുടെ ചരിത്രം പിന്നത്തേതിൽ ദൈവം മാറ്റിയെടുക്കുന്ന ഒരനുഭവത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന്, ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ അകന്നുമാറി സത്യദൈവത്തെ മറന്ന് മോശ സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ അഹരോൻ്റെ അടുക്കൽ ചെന്ന് അവർ ഉണർത്തിച്ചതായ ഒരു കാര്യം ഇങ്ങനെ: ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ നടത്തുവാൻ തന്ന മോശയെ കാണാൻ കഴിയുന്നില്ല, ഞങ്ങൾക്കതുകൊണ്ട് കാണപ്പെടുന്ന ഒരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞ് അഹരോൻ്റെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സീനായി പർവ്വതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൈകൊണ്ട് എഴുതപ്പെട്ടതായ കൽപ്പലകയുമായി മോശ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തം ചെയ്ത് അതിനാരാധിക്കുന്ന, അതിന് ആ കൈപ്പണിയുടെ മുമ്പിൽ ഉല്ലസിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് മോശ കണ്ടത്. മോശയ്ക്ക് കോപം ജ്വലിച്ചു. ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവൻ ആത്മനിയോഗത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്: യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കാൻ പറഞ്ഞു. ആരും മാറി നിൽക്കാൻ
സന്മനസ് കാണിക്കാതിരുന്നപ്പോൾ ഒരിക്കൽ അപ്പൻ്റെ ശാപമേറ്റ ആരും അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, അവരുടെ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് തരം താഴ്ത്തി തള്ളിക്കളഞ്ഞ ലേവി യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കാൻ തയ്യാറായി. ഒരു കാര്യം ഞാൻ പറയാം, അപ്പൻ്റെ ശാപവാക്കേറ്റ അല്ലെങ്കിൽ തരംതാണതായ രീതിയിൽ ജീവിതം അവിടെ കൊണ്ട് അസ്തമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ലേവി ലഭിച്ച അവസരത്തെ പ്രയോജനപ്പെടുത്തിയപ്പോൾ അവൻ്റെ ചരിത്രം തന്നെ മാറി. പൗരോഹിത്യ അവകാശം ദൈവം അവന് കൈമാറുകയാണ്, ലേവി ഗോത്രത്തിന് കൈമാറുകയാണ്. അപ്പോൾ തന്നെ ലേവി കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം കൊടുക്കുന്നൊരു അവകാശമുണ്ട്. സഹോദരന്മാരുടെ ഇടയിൽ നിനക്ക് ഒരവകാശവും ഓഹരിയും അരുത്, യാതൊരു വിധത്തിലും ഒരവകാശം നിനക്കരുത്, ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവുമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പദ്ധതിക്ക് അവനെ യോഗ്യനാക്കി തീർത്തത് ലഭിച്ച അവസരത്തെ അവൻ പ്രയോജനപ്പെടുത്തിയപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലാത്തവനായി അസ്തമിക്കേണ്ട സ്ഥാനത്ത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവൻ സമർപ്പിതനായപ്പോൾ ദൈവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു, ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെടുവാനിടയായി തീർന്നു. ആ ലേവി കുടുംബത്തിനകത്ത് 3 തലങ്ങളായിട്ടുള്ള ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ ഗർശോന്യരും മെരാരിയരും തുടങ്ങിയ ഗണത്തെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ യഹോവയുടെ പെട്ടകം ചുമക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായ കെഹാത്യരെ കുറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത് യഹോവയുടെ പെട്ടകം ചുമക്കാനുള്ള നിയോഗമാണ് കെഹാത്യർക്ക് നൽകപ്പെട്ടത്. യോർദാന്റെ കരയിൽ ഇസ്രായേൽ മക്കൾ വന്നു നിൽക്കുമ്പോൾ ദൈവം കൊടുത്ത നിയോഗം, മെരാര്യരും ഗർശോന്യരും ആലയം സംബന്ധിച്ചുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ തോളിൽ ചുമക്കുവാൻ, പെട്ടകം തോളിൽ വഹിക്കാനുള്ള നിയോഗമാണ് കെഹാത്യർക്ക് ദൈവം കൊടുത്തത്. കരകവിഞ്ഞൊഴുകുന്ന, കൊയ്ത്തുകാലത്തൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ ഇസ്രായേൽ മക്കൾ ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കാൻ നിയോഗിക്കപ്പെട്ടതായ കെഹാത്യർ, ആ പുരോഹിതന്മാർ അവർ ഉള്ളങ്കാല് കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ മരണയോർദാൻ അത് പിന്മാറുവാനിടയായി തീർന്നു. ഈ അവസരത്തിലാണ് ദൈവം കൊടുത്ത നിയോഗം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ നടുവിൽ നിന്ന് ഓരോ ഗോത്രത്തിനും എണ്ണത്തിനൊത്തവണ്ണം ഓരോ കല്ല് പുറക്കി കരയിൽ കൊണ്ടുവരണം. ഈ കെഹാത്യരെ കുറിച്ച് കാണാൻ കഴിയുന്നത് ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആദ്യം ഇറങ്ങിയവരാ കെഹാത്യർ. ഭയം കൂടാതെ, മരണഭയമില്ലാതെ കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ ഭയപ്പെടാതെ ഈ വെള്ളത്തിലേക്ക് ആദ്യം ഇറങ്ങാൻ സന്മനസ് കാണിച്ച തയ്യാറെടുത്തവരാണ് പെട്ടകം തോളിൽ ചുമക്കുന്ന കെഹാത്യർ. അവരാദ്യം ഇറങ്ങി അല്ലെങ്കിൽ ആ നദിയുടെ നടുവിൽ അവർ ചെന്ന് നിന്നു. എന്തിനാ? ഏറ്റവും അവസാനത്തെ വ്യക്തി വരെയും മറുകരയിലെത്തണം. ഏതൊരു വ്യക്തിയും അവിടെ കൊണ്ട് അസ്തമിച്ചു പോകാതെ മറുകരയിലെത്തുവാൻ ഈ കെഹാത്യർ കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, രൂബേന്യരും ഗാദ്യരും അതുപോലെ തന്നെ മനശ്ശയുടെ പാതിഗോത്രവും ഈ യോർദാൻ കടക്കാൻ മനസ്സില്ലാതെ അവരുടെ ആടുമാടുകളുമായി ഇക്കരെ നിൽക്കാൻ തയ്യാറായി. കാര്യം, അവർക്ക് യുദ്ധം ഭയപ്പെട്ട് യോർദാൻ കടക്കാൻ മനസ്സില്ലാതെ കനാനിൽ പോകാൻ തയ്യാറാകാതെ അവർ കരയിൽ നിന്നപ്പോൾ ആദ്യം ഇറങ്ങി ഈ നദിയുടെ നടുവിൽ നിന്ന് മുഴുവൻ പേരെ അക്കരെ എത്തിക്കാൻ തയ്യാറായ ഒരു കൂട്ടരാ കെഹാത്യർ, പെട്ടകം തോളിൽ ചുമക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ആത്മനിയോഗത്തോടെ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും ഒരു കൂട്ടം സമൂഹം വിടുവിക്കപ്പെടുവാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ കാണിക്കുന്ന ആ പ്രയത്നം ചെറുതല്ല. അവരെന്ത് ചെയ്യുന്നു? കെഹാത്യർ
ഈ നദിയുടെ നടുക്ക് വന്ന് നിന്നിട്ട് എല്ലാവരും മറുകര എത്തുന്നിടം വരെയും അവർ കാത്തുനിന്നു. ഒരു വ്യക്തി പോലും ശേഷിക്കാതെ മുഴുവൻ പേരും മറുകര ചെന്നു. പ്രിയപ്പെട്ടവരെ, ആ മറുകര ചെന്നവർ ഈ നടുക്ക് നിന്ന്, അല്ലെങ്കിൽ ഈ യോർദാൻ്റെ നടുക്ക് നിന്ന് കല്ലുകൾ എടുത്ത് അവർ ഹല്ലേലൂയ മറുകരയിൽ കൊണ്ടുപോയി ആ കരയിൽ നാട്ടി. എന്തിനാണെന്നറിയാമോ? വരുന്ന തലമുറകൾക്കൊരു ജ്ഞാപകമായി നിർത്തുവാൻ, അനേക തകർന്ന തലമുറകൾക്ക് വിടുതലായി തീരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഈ ദിവസങ്ങളെ പ്രാർത്ഥനകൾ മുഖാന്തരമായി തീരാൻ പോകുക. ഞാൻ വിടുവിക്കപ്പെട്ടത് കൊണ്ട് ഇനി ആരും വിടുവിക്കപ്പെടണ്ട എന്നൊരു ചിന്തയല്ല. ഞാൻ വിടുവിക്കപ്പെട്ടെങ്കിൽ ഞാൻ മുഖാന്തരം അനേകരും മറുകര എത്തണം. യോർദാൻ്റെ ഇക്കരയിൽ നിന്ന് മറുകരയിൽ ചെന്ന് ഈ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുക മാത്രമല്ല, വരും തലമുറകൾ ഈ കല്ല് കണ്ടിട്ട് ഒരു കാര്യം പറയണം: ഇന്നലകൾ എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയായത്, എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതത്തിൻ്റെ അടയാളമായതെന്ന് പറഞ്ഞ് അവരും ദൈവത്തിൽ ഉറയ്ക്കുവാനിടയായി തീരണം. ദൈവപ്രവൃത്തിക്ക് വേണ്ടി സമർപ്പിതരായി തീരാനിടയാകണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുക. സമയം ഇവിടെ മുമ്പോട്ട് കടന്നു പോകുന്നു. ഒരു കാര്യം പറയട്ടെ, എന്നെയും നിങ്ങളെയും ദൈവം കണ്ടത്, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് വിടുവിച്ചെടുത്തത് നാം മാത്രം വിടുവിക്കപ്പെടാനല്ല, നമ്മുടെ കുടുംബം മാത്രം വിടുവിക്കപ്പെടാനല്ല, അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന അനേക യൗവനക്കാർ, കുഞ്ഞുങ്ങൾ ഈ മിനിസ്ട്രി മുതൽ മുഖാന്തരം വിടുവിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ പ്രത്യേകിച്ച് ഈ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകർ കർത്താവിൻ്റെ നാമത്തെ അറിയുവാനും ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ മഹത്വമേറിയ പട്ടകത്തെ തോളിൽ ചുമക്കുവാൻ അനേകർക്ക് ദൈവം ഭാഗ്യം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. സർവശക്തനായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ വചനം കേൾപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവിക പദ്ധതിക്ക് വേണ്ടി നാം സ്വയം സമർപ്പിതരായാൽ നമ്മെ മാനിക്കുന്നൊരു കർത്താവുണ്ട് എന്ന് നമുക്ക് വചനത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. ദൈവദാസനെ ദൈവം ഇനിയും ബലപ്പെടുത്തി ശക്തീകരിക്കട്ടെ. നാം കേട്ടതുപോലെ തന്നെ ആ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അനുസരിച്ച് ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മുൻപ് പറഞ്ഞതുപോലെ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം വേർതിരിക്കുകയാണ്. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രധാനമായും അവിടെയുള്ള ഭരണാധികാരികളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതോടൊപ്പം തന്നെ അവിടെയുള്ള കോട്ടയം നിവാസികളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ശക്തീകരിക്കുവാൻ, പ്രത്യേകിച്ച് ജോലി മേഖലയിലായിരിക്കുന്നവർ, ദൈനംദിന ജീവിതത്തിന് വേണ്ടി, ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളെ ഓർത്തുകൊണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇവരെല്ലാം ദൈവം അനുഗ്രഹിക്കുവാൻ, അവരുടെ മേഖല ദൈവം അനുഗ്രഹിക്കുവാൻ, കോട്ടയം ജില്ലയെ ദൈവം അനുഗ്രഹിക്കുവാൻ, അതിനേക്കാൾ ഉപരിയായി കോട്ടയം ജില്ല ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിന് അനേകരും മനം തിരിഞ്ഞ് കർത്താവിലേക്ക് എടുത്തു വരുവാൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ മുഖാന്തരമായി തീരട്ടെ. തുടർന്നുള്ള അല്പസമയം നമ്മൾ ഈ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളായിരിക്കുന്ന നേരങ്ങളിൽ ഇവിടെ പ്രാർത്ഥന നടക്കുന്ന ആ സമയം തന്നെ നിങ്ങളും പ്രാർത്ഥനയോടായിരിക്കുക. കോട്ടയത്ത് വലിയൊരു പ്രവൃത്തി ദൈവം അയക്കേണ്ടതിന് അവിടെ അനേകർ കർത്താവിന് ഒരു മുഖാന്തരമായി തീരേണ്ട വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. കോട്ടയം ജില്ലയിലെ എല്ലാ നിവാസികളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ സ്വദേശികളായിരിക്കും എല്ലാ പ്രവൃത്തിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഭരണാധികാരികളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവർ, അതോടൊപ്പം തന്നെ വിവിധ ജോലി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വിദ്യാർത്ഥികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അധ്യാപകർ, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, യുവജന പ്രവർത്തകർ, അനേക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് കോട്ടയം ജില്ലയിലെ ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ജസ്റ്റിൻ മുൻപോട്ട് കടന്നു വന്ന ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഹല്ലേലൂയ വിഷയത്തിനായി സ്തോത്രം. കോട്ടയം ജില്ലയിലെ എല്ലാ ഭരണാധികാരികൾ, ഹല്ലേലൂയ ദേശനിവാസികൾ, ഹല്ലേലൂയ ആ ദേശത്ത് വലിയ വിടുതൽ നടക്കുവാൻ, ഹല്ലേലൂയ ചിലർ മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ചില ജീവിതങ്ങളെ കർത്താവ് തൊടുവാൻ, കർത്താവെ കർത്താവിൻ്റെ ദാസനോട് വചനത്തോട് പറഞ്ഞ് ഞങ്ങൾ രക്ഷയെങ്കിലേക്ക് വന്നു, ഞങ്ങൾ മുഖാന്തരം അനേകരും ദൈവവചനം അറിയുവാൻ, രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ കർത്താവെ ഈ പ്രാർത്ഥനയിന് മുഖാന്തരമായി തീരട്ടെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ രോഗത്തിലായിരിക്കുന്നവരുണ്ട്, ക്ഷീണത്തിലായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്,
അനുഭവിക്കുന്നവരുണ്ട്. അവരിലേക്കൊക്കെ ഈ പ്രാർത്ഥന ചെന്നെത്തട്ടെ. ഹല്ലേലൂയ. ആ പ്രാർത്ഥന വലിയ വിടുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെടണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. വീണ്ടും നമ്മൾ മനോഹരമായ അനുഗ്രഹീതമായ ഒരു ഗാനം കേൾപ്പാനായിട്ട് പോവുകയാണ്. അതിനായി ബ്രദർ സ്റ്റെഫിൻ പി രാജേഷിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാ ഏഴയെന്നെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാം ഏഴയെന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിനെത്ര മധുരം.
ഹല്ലേലൂയ 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 അനുഗ്രഹീതമായ ഗാനം പാടുവാൻ പ്രിയ സഹോദരനെയും ബലപ്പെടുത്തിയത് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം കേട്ടതുപോലെ കർത്താവിൻ്റെ സ്നേഹം അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ മാധുര്യം എന്തെന്നറിയാൻ കഴിയുള്ളൂ. നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. നാം ഇന്ന് അനുഭവിക്കുന്നതെല്ലാം ആ കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. അതുകൊണ്ട് ആ കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അല്പസമയം കൂടെ നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുകയാണ്. നമ്മുടെ കോട്ടയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലുള്ള ദൈവസഭകളെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കോട്ടയം ജില്ലയിലുള്ള ദൈവദാസന്മാരെ, പാസ്റ്റേഴ്സിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മിഷണറി സംഘടനകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കുട്ടികളുടെയും യുവജനങ്ങളെ പ്രവർത്തിക്കുന്ന സംഘടനകൾ VBS പോലെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനം എല്ലാം ദൈവം അനുഗ്രഹിക്കുവാൻ മാത്രമല്ല ഈ പ്രവർത്തന മുഖാന്തരമായി അനേകർ കർത്താവിന് അറിയുവാനിടയിൽ തീരണം. നാം അറിയുന്ന പോലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരമാണ് കോട്ടയം എന്നൊക്കെ നാം പറയുമെങ്കിലും ഇനിയും അനേകർ ദുർമാർഗ്ഗങ്ങൾ വിട്ടുതിരിഞ്ഞുകൊണ്ട് കർത്താവിനെ അറിയുവാൻ, നല്ല ജീവിതം നയിക്കുന്നവരായി തീരുവാൻ ദൈവം ബലപ്പെടുത്താൻ ശക്തിയിരിക്കുവാൻ ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, കോട്ടയം ജില്ലയുടെ ദൈവസഭകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം, സുവിശേഷ സംഘടനകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം, കുട്ടികളെയും യുവജനങ്ങളെ പ്രവർത്തിക്കുന്ന സംഘടനകൾ, VBS പോലുള്ള പ്രവർത്തനങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായി നടക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിന് ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, നമ്മുടെ ജനറേഷൻസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവർ തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞുകൊണ്ട് നേർവഴിയിൽ നയിക്കും എല്ലാറ്റുപരിയായി കർത്താവിനെ അറിയാൻ മുഖാന്തരമായി തിരിയേണ്ടതിന് ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാം ആയിരിക്കുന്ന ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കോട്ടയം ജില്ലയിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സിസ്റ്റർ ജയ ബേബി മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം. നല്ല കർത്താവേ, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവസഭകളെയും അപ്പനെ ഇവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ താഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ സഭയുടെ അന്തർഭാഗത്തൊരു ഉണർവ് ദൈവം അവിടെ നയിക്കുമാറാകണം. മയങ്ങി ഉറങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ നിന്നും കർത്താവേ, വിശ്വാസി കുടുംബങ്ങൾ ഹല്ലേലൂയ അതിശക്തമായ ദൈവത്തിന് വേണ്ടി ഒന്ന് എഴുന്നേൽക്കുവാൻ, എല്ലാ അവസ്ഥയ്ക്കും വ്യതിയാനം വരുത്തി രക്ഷയേറ്റവും അടുത്തിരിക്കുക കർത്താവേ. ഹല്ലേലൂയ. ദൈവേനൊന്ന് ഉണരുവാൻ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതിനായി ദൈവേനത്തെ ശക്തിയോട് ദൈവോട് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ അതിനായി ദൈവോട് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എല്ലാ ദൈവസഭകളെ ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. വിദ്യാഭ്യാസ മേഖലകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങൾ കർത്താവേ പാപത്തെ കൊണ്ടും മ്ലേച്ഛതകളെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൻ്റെ നടുവിൽ തലമുറകൾ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ. ഹല്ലേലൂയ. സ്കൂളിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ. ഹല്ലേലൂയ. അനർത്ഥമായ വഴികളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രികാലം ആ കുഞ്ഞുങ്ങളെ ദൈവമേടി ഞങ്ങൾ അവകാശം വെച്ച് പ്രാർത്ഥിക്കുന്നവർ മടങ്ങി വരട്ടെ. ഈ ദിനങ്ങളിൽ അവർ മടങ്ങി വരുന്ന ദിനങ്ങളായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവജനത്തിൻ്റെ തലമുറകൾ കർത്താവേ. സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, രക്ഷയിലേക്ക് വരേണ്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടിട്ട് ഇതുവരെയും കർത്താവേ ആത്മസ്നാനം പ്രാപിക്കാത്ത അനേക കുഞ്ഞുങ്ങൾ കർത്താവേ. ഹല്ലേലൂയ. ആയിരിക്കുന്ന ആ സഭകളുടെ അന്തർഭാഗത്തു നിന്ന് കുഞ്ഞുങ്ങളെ ആത്മസ്നാനം പ്രാപിച്ചവരായി ദൈവം അവിടുന്ന് എഴുന്നേൽപ്പിക്കുമാറാകണമേ. അവർ നയിച്ചു പോകാൻ ദൈവം അനുവദിക്കാതെ ആരാധന അലക്ഷ്യമാക്കുന്ന കുഞ്ഞുങ്ങൾ, ഉപേക്ഷയായി വിചാരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ ദിനങ്ങളിൽ മടങ്ങി വരുവാൻ, മാതാപിതാക്കളോട് ചേർന്ന് എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ അനേകർ കർത്താവിനെ അറിഞ്ഞിട്ടും ദൈവമേ ഹല്ലേലൂയ ദൈവമേ സ്തോത്രം ദൈവസന്നിധി ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. പരസ്യമായ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയാതെ രഹസ്യമായിരിക്കുന്ന ജീവിതങ്ങൾ അനേകരുണ്ട്. അപ്പാ അവർ ഈ ദിനങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ ആയിരിക്കുന്ന അനുഭവം വിട്ട് ദൈവസന്നിധിയിലേക്ക് ജീവൻ
ജീവനും ചൈതന്യമുള്ളവരായി ഹല്ലേലൂയ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ജീവിതങ്ങൾ വെളി വരേണ്ടതിനായിട്ട് ഞങ്ങൾ അവകാശം വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ BBSൻ്റെതായ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അനേക കുഞ്ഞുങ്ങളെ നീ പങ്കാളികളാകുവാനേ, അനേക കുഞ്ഞുങ്ങളതിലേക്ക് കടന്നു വരുവാനേ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ ദേവദാസന്മാരെ ഏൽപ്പിക്കുന്നു. പലരും പലവിധ വിഷയത്തിൽ കഷ്ടത്തിലും പ്രതികൂലത്തിലുമായിരിക്കുന്ന ദേവദാസന്മാരുണ്ടപ്പാ. ഈ ക്ഷീണമൊന്നും അവരെ തകർത്ത് കളയാതെ ഹല്ലേലൂയ അധിക ശക്തിയോടെ വരും ദിനങ്ങളിൽ അവർ എഴുന്നേൽക്കുവാൻ ആത്മബലത്തോടെ നിൽപ്പാൻ സ്വർഗ്ഗം സഹായിക്കണമേ. അതിനടിയങ്ങളുടെ പ്രാർത്ഥന ഇന്നവർക്കും ഹല്ലേലൂയ മുഴങ്കാലുകളെ ബലപ്പെടുത്തണമേ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവർ ഈ ദിനങ്ങളിൽ ശക്തിയോടെ എഴുന്നേൽക്കുവാൻ എൻ്റെ കർത്താവിന് വേണ്ടി അനേകരെ നേടിയെടുപ്പാൻ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവം പ്രവർത്തിക്കണമേ. അവരാരും നശിച്ചു പോകാതെ ഈ BBS ഒക്കെ നടക്കുമ്പോൾ കർത്താവേ അനേക കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരുമ്പോൾ വരും ദിനങ്ങളിൽ കുഞ്ഞുങ്ങളെ കർത്താവേ അനേകരെ നേടുന്നവരായി അവർ മൂലം അവരുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ആ ദേശം വിടുവിക്കപ്പെടുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കാലം ദേവദാസൻ പറഞ്ഞ സമസ്ത വിഷയങ്ങളെ അപ്പനെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. യൗവനക്കാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക, സ്വർഗ്ഗം സഹായിക്കണം. അനേകർ ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറി നിൽക്കുന്ന വിശ്വാസി കുടുംബങ്ങളുണ്ടപ്പാ, അവർ മടങ്ങി വരുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ. ഹല്ലേലൂയ കോട്ടയം ജില്ലയിലുള്ള സകല ദൈവസഭകളെയും ദൈവേനത്തെയും ദൈവദാസന്മാരെയും കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണം അപ്പാ. ഒരു വലിയ വിടുതൽ, ഒരു ഉണർവ് ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ വരവിനായി ഹല്ലേലൂയ ഒരു ഉണർവ് സഭകളിൽ ഈ ദിനങ്ങളിൽ അയച്ച് അന്ത്യകാല ശുശ്രൂഷയ്ക്ക് അനേക കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുത്ത് ദൈവത്തിന് വേണ്ടി നിർത്തുവാൻ തക്കവണ്ണം സ്വർഗ്ഗം സഹായിക്കണം. അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കാലോ. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പസമയങ്ങളിൽ നമ്മൾ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വിശേഷാൽ എക്സൽ BBS നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ നാഷണൽ പ്രയർ മൂവ്മെൻറ്റ്, ക്രൈസ്തവ എഴുത്തുപുരവ എന്നീ സംഘടനകൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഇന്ന് 10 ദിവസം പൂർത്തീകരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ചില ജില്ലകൾ കൂടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥനയോടായിരിക്കുക. ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ തലമുറകൾക്ക് ഇത് അനുഗ്രഹമായി തീരണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. വരും ദിവസങ്ങളിൽ കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല, ആലപ്പുഴ ജില്ല എന്നീ ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥന നടക്കുകയാണ്. അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷമായി 8:30 സൂമിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ചേർന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അതൊരു മുഖാന്തരമായി തീരട്ടെ. എല്ലാവരും ഇത് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്നത്തെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീർന്നല്ലോ. സർവ്വ മാനവ മഹത്വം ദൈവത്തിന് അർപ്പിക്കുകയാണ്. നന്നായി ആരാധന ലിഡിയോൻ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തി അതോടൊപ്പം നല്ല വചനം കേൾപ്പാൻ, നമ്മെ തന്നെ ഒരുക്കുവാൻ, ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഉതകുന്ന നല്ല അനുഗ്രഹീതമായ സന്ദേശം ദൈവദാസൻ കേൾപ്പാൻ്റെ തീർന്നല്ലോ. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ ഒരാളെങ്കിലും കർത്താവിന് നേടുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനായി തന്നെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി താഴ് സമർപ്പിക്കാം. ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദിയിരിക്കുന്നു. വർഷിപ്പ് സന്ദേശം നൽകിയ ദേവദാസനോടും ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്ത ലോകത്തിന് വിവിധയിടങ്ങളിൽ നിന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഓർക്കുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ ഇനിയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. ഒരു നിമിഷം കൂടി ദൈവത്തിൽ നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ കഴിഞ്ഞ ചില നിമിഷങ്ങൾ അങ്ങയുടെ പാതപീഠത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. പാടുവാനും പ്രാർത്ഥിപ്പാനെല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. വിശേഷാൽ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി, ജില്ലയുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്തു കർത്താവെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരും ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയും ശാന്തി ഇവിടെ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ കർത്താവ് മറുപടി അയച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അതിനെ കർത്താവ് അറിയൊരു മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെയുള്ള ദേശനിവാസികളെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ വരും ദിവസങ്ങളിൽ ആ ജില്ലയിൽ വലിയൊരു മാറ്റമുണ്ടാകുവാൻ കർത്താവ് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേക കർത്താവിനെ അറിയുവാൻ നിത്യരാജ്യത്തിന് സ്വർഗ്ഗരാജ്യത്തിന് അവകാശമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും ശാന്തി ഇവിടെ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം കർത്താവ് അനുഗ്രഹിക്കണമേ. എക്സൽ BBSന്റെ പ്രവർത്തനം കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഷണൽ പ്രയർ മൂവ്മെൻറ്റ് കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രൈസ്തവ എഴുത്തുകാരുടെ പ്രവർത്തനം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ
അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ കൂട്ടായ്മ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. പിതാവ് ദൈവത്തിൽ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സംസർഗവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനുമേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.